നമ്മൾ നീറ്റ് സ്റ്റുഡൻസിന് വേണ്ടി ഒരുപാട് സംസാരിച്ചു. നൗ ലെറ്റ്സ് ഹിയർ ഫ്രോം KTU സ്റ്റുഡൻസ്. അവരും പ്രതിഷേധത്തിലാണ്. വൈ? 2024 ഇയർ ബാക്ക് പോളിസി. ഈ ഒരു ഇയർ ബാക്ക് പോളിസി കാരണം മുൻ വർഷങ്ങളിലും KTU യൂണിവേഴ്സിറ്റി ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2024 ഇയർ ബാക്ക് പോളിസി കൊണ്ടുവരുന്നത് ഒരു പുതിയ സിലബസിലോട്ടാണ്. ദാറ്റ് മീൻസ് സ്റ്റുഡൻസിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആക്സസ് ചെയ്യാനോ അത് റെഫർ ചെയ്ത് പഠിക്കാനോ സാധ്യമല്ല. ആൻഡ് ഈ ഒരു ന്യൂ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇയർ ബാക്ക് പോളിസിയെ പറ്റി സ്റ്റുഡൻസിന് മുൻകൂട്ടി കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇയർ ബാക്ക് പോളിസി കൊണ്ടുവരുന്നതിലൂടെ ഇതൊക്കെയാണ് ചാലഞ്ചസ്. സെമസ്റ്റർ 5 കടക്കണമെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18 ക്രെഡിറ്റ്സ് ഫ്രം S1 ആൻഡ് S2. അതുപോലെ തന്നെ സെമസ്റ്റർ 7 കടക്കണമെങ്കിൽ സെമസ്റ്റർ 1 to സെമസ്റ്റർ 4 ഓൾ ടുഗദർ 37 ക്രെഡിറ്റ്സ് ആർ റിക്വയർഡ്. അപ്പോൾ ഇതിൽ ഒരു ക്രെഡിറ്റ് നഷ്ടമായാൽ തന്നെ ദേ കുഡ് ലൂസ് 1 whole year. ഇത് മാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള റിവാലുവേഷൻ നടക്കുന്നില്ല. ആൻഡ് റിവാലുവേഷൻ റിസൾട്ടും സപ്ലിമെൻ്ററി എക്സാം റിസൾട്ടും വളരെയധികം ഡിലേ ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ചില സ്റ്റുഡൻസിനോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ ഡിമാൻഡ്സ് ഇതൊക്കെയാണ്. അങ്ങനെ ഒരു പുതിയ സിലബസുമായിട്ടൊരു ന്യൂ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ദർ കുഡ് ബി സം ടെമ്പററി റിലാക്സ് ഓൺ ദി ക്രെഡിറ്റ് ക്രൈറ്റീരിയ. മാത്രമല്ല ഓൺ ടൈം റിസൾട്ട്സും പബ്ലിഷ് ആകേണ്ടതുണ്ട്. So I kindly request to whoever is responsible to address the students' issues.